ജോഫിൽ. ഞാനൊരു മെഡിറ്റേഷൻ ട്രെയിനറാണ്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്ക്, ഇന്നത്തെ ഈ വീഡിയോ ഹെഡിങ് വിറ്റ്നസ്സിങ് ദ സെൽഫ്. എൻ്റെ കുറച്ച് വീഡിയോസ് ഉണ്ട്. വിറ്റ്നസ്സിങ് ഈസ് എ സീക്രട്ട്. ആ വിറ്റ്നസ്സിങ്ങാണ് ബന്ധപ്പെട്ടുള്ളത്. അതിനകത്ത് വരുന്നൊരു വീഡിയോ ആണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യം ഞാനൊരു സ്റ്റോറി പറയാം. അതിനുശേഷം എന്താണ് ഇത് വിറ്റ്നസ്സിങ് സെൽഫ് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു വീട് കത്തുന്നു. ആ വീടിൻ്റെ ഉടമസ്ഥൻ പുറത്തിറങ്ങി നിന്ന് കരയാണ്. ശരിക്കും അയാളുടെ മകൻ്റെയാണ് വീട്. അയാൾ പ്രായമായ ആളാണ്. അദ്ദേഹം പുറത്തുനിന്ന് കരയാണ്. അപ്പോഴത്തേക്കും നാട്ടുകാർ ഓടിക്കൂടുന്നുണ്ട്. പെട്ടെന്ന് മകൻ്റെ കൂട്ടുകാരൻ ഓടി വരുന്നു. അയാൾ വന്ന് ഇദ്ദേഹത്തോട് പറയുന്നു, ഈ വീട് നിങ്ങളുടെ മകൻ ഓൾറെഡി വിറ്റുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രായമുള്ള ചോദിക്കുന്നു, അതെന്നെ എന്നോട് പറയാൻ. അപ്പം വല്ല പിന്നെ പറയാൻ വിചാരിച്ചായിരിക്കും. വിറ്റ് കഴിഞ്ഞാൽ വല്ല വഴക്ക് പറയാൻ വിചാരിച്ചിട്ടാണ് ഉള്ള രീതി പറഞ്ഞു. അപ്പോഴേ ഇയാൾ പൊട്ടിച്ചിട്ട് തുടങ്ങി. ഈ അച്ഛൻ കരഞ്ഞുകൊണ്ടിരുന്ന ആളാണ് പൊട്ടിച്ചിരിക്കുക. ഇപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും മകൻ ഓടി വരുന്നു. മകൻ്റെ മുഖത്ത് ഭയങ്കര ടെൻഷൻ. എന്നാടാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വീടിൻ്റെ അഡ്വാൻസ് ആയതേ ഉള്ളൂ, ടോക്കൺ അഡ്വാൻസ് ആയതേ ഉള്ളൂ, രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല, എന്ന് ഞാൻ വിറ്റിട്ടില്ല. അപ്പോഴേ ഈ കാരണം ഒരു കരച്ചിൽ തുടങ്ങി, പൊട്ടിക്കരയുക. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, ഇങ്ങനെ വീട് കത്തുന്നതല്ല ഇങ്ങനത്തെ പ്രശ്നം, പൊസഷനാണ്. വീട് കത്തുന്ന ഒരു പ്രശ്നമല്ല. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റേത് എന്ന ബോധമാണ് നമ്മുടെ ദുരിതം. നമ്മളുടെ ചിന്തകളാണ് ശരിക്കും ഓരോ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിറ്റ്നസ്സിങ് ദ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ച് ബോധവാനാകുക എന്നുള്ളതാണ്. ഞാനൊരു ഉദാഹരണത്തോടുകൂടി ഇതും പറയാം. ഇപ്പം നമ്മളിപ്പം നാളെ നോക്കുന്നു. അപ്പം ചില കാര്യങ്ങൾ ഈ നാളിലുള്ള ആൾക്ക് നല്ല സമയം, ചീത്ത സമയം ഇങ്ങനെയൊക്കെ പറയും. ഞാൻ പറയുന്നത് അവിടെയും ചിന്തകൾ തന്നെയാണ്. പക്ഷെ നമുക്ക് തീർച്ചയായിട്ടും ഒരു നല്ല സമയം മോശം സമയം ഉണ്ടായിരിക്കാം. പക്ഷെ നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ അത് നല്ല സമയമായി മാറിക്കോളും. അപ്പോൾ ഞാൻ പറയുന്നത് കഴിഞ്ഞാൽ ഒരു ഉദാഹരണമാണ്. ഒരാളുടെ ഒരു നാള് ഇന്ന നാളെന്ന് പറയുന്നില്ല. അയാൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നു. ഒരു അന്യ സംസ്ഥാനത്താണ്. രാത്രിയിലാണ് ഡ്രൈവ് ചെയ്യുന്നത്. പെട്ടെന്നൊരു 5-6 പേര് വട്ടം കൂടി വണ്ടി നിർത്തി, തടഞ്ഞു നിർത്തി ഇയാളെ എല്ലാം ചോദിക്കുകയാണ്. പേഴ്സും വണ്ടിയിൽ നിന്ന് ഇറങ്ങാൻ പറയുന്നത്, വണ്ടി പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഇയാൾ അവിടെ കിടന്ന് ഫൈറ്റ് ചെയ്യുകയാണ്. അവസാനം അവരെല്ലാവരും കൂടി ഇയാളെ കൊല്ലുന്നു, വണ്ടി കെട്ടോണ്ട് പോകുന്നു. തെളിവുകളൊന്നുമില്ല, ആരെ ശിക്ഷിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ ഇത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഉദാഹരണം, ഞാൻ പോകുന്നു. അപ്പോൾ ഞാനൊരു അവയർനെസ്സിലാണ്. അപ്പം വിറ്റ്നസ്സാണ് ഞാൻ എൻ്റെ സെൽഫ് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഡ്രൈവ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ സിറ്റുവേഷൻ. 6 പേര് വന്ന് പിടിക്കുന്നു. എനിക്ക് സിറ്റുവേഷൻ നോക്കുന്നു. എനിക്കതൊന്ന് രക്ഷോട്ട് പോകാൻ പറ്റിയെന്ന് മനസ്സിലാക്കുന്നു. അവർ ചോദിക്കുന്നത് കൊടുക്കുന്നു. അവർ വണ്ടി ചോദിച്ചാൽ വണ്ടി കൊടുത്തു, പേഴ്സ് കൊടുത്തു, ടീഷർട്ട് ചോദിച്ചാൽ ഓടി കൊടുക്കുന്നു. അവർ നമ്മളെ വിടുന്നു. വിടാനുള്ള സാധ്യത അത്ര കൂടുതലാണ്. പിന്നെ പിറ്റേ ദിവസം നമുക്ക് പോലീസ് കേസ് കൊടുക്കാം. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നീക്കാം, നിയമവശങ്ങൾ വക്കീലിനോട് ചോദിക്കാം. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ ഞാൻ കൊടുക്കുകയോ ചെയ്തത്. അപ്പോൾ എൻ്റെ ജീവൻ രക്ഷപ്പെട്ടു, അല്ലെ എന്നെ ഉപദ്രവിക്കാൻ പറ്റിയില്ല. അപ്പോൾ മേജർ ഇമ്പോർട്ടൻസ് അതിനാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. പക്ഷെ വീട്ടിൽ തിരിച്ചു വരുമ്പോഴത്തേക്കും
വേണമെങ്കിൽ നമ്മളെ ആൾക്കാർ കളിയാക്കാം, വീട്ടിലുള്ളവരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ, നീ എല്ലാം ഊരി കൊടുത്തു എന്ന് ചോദിക്കുക. അതുപോലെ വണ്ടി കൊടുത്തു, ചുമ്മാ കൊടുത്തു, ഒന്നും മിണ്ടാതെ അത് മണ്ടത്തരമായിട്ട് പറയാം. പക്ഷേ മരിച്ച് ശവമായിട്ടാണ് വീട്ടിൽ വരുന്നതെങ്കിൽ നേരെ തിരിയും, അത് വണ്ടി പോയാലും കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ ആൾക്കാർ പറയാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട. അങ്ങനെ നമ്മളുടെ ആ നിമിഷത്തെ ആ സെൽഫ് അവയർനെസ് ആണ് ശരിക്കും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ആ തോട്ടാണ്. പക്ഷേ 2 എക്സാമ്പിൾ പറഞ്ഞു. ഒന്ന് എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, മറ്റേ വേറൊരു എക്സാമ്പിൾ. നാളെ ഇന്നാന്ന് ഞാൻ പറഞ്ഞില്ല. നാളെ ഞങ്ങളുടെ 2 സെയിം നാളാണ്, സെയിം സിറ്റുവേഷൻ, സെയിം പ്രായം. പക്ഷേ ഞാൻ അതിന് ഊരിപ്പോന്നു, മറ്റേ പുള്ളി ആ ട്രാപ്പിലായിപ്പോയി. അപ്പോൾ അങ്ങനെ ഒത്തിരി കൊലപാതകം നടക്കുന്നുണ്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിക്കൊക്കെ. അപ്പോൾ ഈ പൊസഷൻ എൻ്റേത്, ഞാൻ എൻ്റേതെന്ന് തോന്നലാണ് പ്രശ്നങ്ങൾ മുഴുവൻ കാരണം. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്നൊരു കാര്യമില്ല. നമ്മളുടെ ആ മെഡിറ്റേഷനിലൂടെയും നമ്മളുടെ ആ സെൽഫ് അവയർനെസ് ഡെവലപ്പ് ചെയ്യുന്നതിലൂടെയും മാത്രമേ നമുക്ക് ആ ഒരു മൈൻഡിൻ്റെ സ്റ്റേറ്റിൽ എത്താൻ പറ്റുള്ളൂ. അത് അൺഎക്സ്പ്ലെയിനബിൾ ആണ്. അപ്പം ഞാനിവിടെ പറഞ്ഞത് 2 എക്സാമ്പിൾ പറഞ്ഞു. അപ്പം ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെട്ടായിട്ട് പറയുമ്പോഴത്തേക്കും അവിടെ സംഭവിച്ചതെന്ന് എൻ്റെ ആ സെൽഫ് അവയർനെസ്. അപ്പം അതേസമയം എൻ്റേതാണിത്, എനിക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ പ്രശ്നമാവും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പറഞ്ഞാൽ വിറ്റ്നസ് ആകുക വേണ്ടല്ല അതിന്. വൺസ് നമ്മൾ വിറ്റ്നസ് ആയി കഴിയുമ്പോൾ ആ വിറ്റ്നസിങ് കൂടി വന്നോളൂ, പുറകോട്ട് പോകത്തില്ല. പിന്നെ കാര്യം അത് നമ്മൾ അനുഭവമായോണ്ടാണ്. പിന്നെ അത് അടുത്ത സ്റ്റേജ് നിങ്ങൾ എവിടെയൊക്കെ എത്തുമെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. പിന്നെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ഗൈഡൻസ് വേണ്ട. കാരണം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ വിറ്റ്നസിങ് നിങ്ങളുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പുറത്തൊരു ഗുരുവിൻ്റെ ആവശ്യം നമുക്കില്ല. വൺസ് വിറ്റ്നസ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഉള്ളിലാണ് ഗുരു, ആ ഇന്നർ മാസ്റ്റർ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടിക്കൊണ്ടിരിക്കും. അല്ല സിറ്റുവേഷൻ അങ്ങനെ ഹാൻഡിൽ ചെയ്യണം. പക്ഷേ നമുക്ക് പുറത്ത് ഒരു ഗുരുവിൻ്റെ ആവശ്യമുണ്ട് ആദ്യ സ്റ്റേജിൽ. അതൊരു വഴികാട്ടിയാണ് ഗുരു. അപ്പോൾ നിങ്ങൾ ലിസണർ ആകുക, നിങ്ങൾ മാക്സിമം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക, നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതെല്ലാം അറ്റൻഡ് ചെയ്യുക. അപ്പോൾ ലിസണർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇനിയാൾ അറ്റൻഡ് ചെയ്യാവുള്ളൂ അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് അയാൾ പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് നമ്മൾ നിരീക്ഷിക്കുക. നമ്മളുടെ അനുഭവത്തിലൂടെ അത് സത്യമാണെങ്കിൽ അത് സത്യമാണ്, ഇല്ലെന്നുണ്ടെങ്കിൽ അതല്ല. എന്ന് പറഞ്ഞാൽ ആരുടെയും വാക്കുകൾ വിശ്വസിക്കരുത്. എൻ്റെയും നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക, അപ്പോൾ അതാണ് നിങ്ങളുടെ സത്യം. അത് അപ്പോഴേ സത്യമാവുള്ളൂ, ഇല്ലെങ്കിൽ എൻ്റെ സത്യമാണ്. അത് നിങ്ങൾക്ക് സത്യമാണെന്ന് നിർബന്ധമില്ല. സോ മെഡിറ്റേഷൻ ചെയ്യുക, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്നാന്ന് മനസ്സിലാക്കുക. എന്നാൽ അത് ചെയ്യുക, അതൊരു നമ്മുടെ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുകയാണ്, റീപ്രോഗ്രാം ചെയ്യുകയാണ്. പോസിറ്റീവ് അഫർമേഷൻസ് പാർട്ട് 1 പാർട്ട് 2 എന്ന് പറഞ്ഞ 2 വീഡിയോ എൻ്റെ യൂട്യൂബിലുണ്ട്. അതൊരാൾക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം മെഡിറ്റേഷൻ. അതിനുശേഷം 3, 4, 5, 6, 7 അങ്ങനെ പാട്ടുകളുണ്ട്. അതിനെ നിങ്ങൾ വിളിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അത് കണ്ട് മുന്നോട്ട് ചെയ്യുക മെഡിറ്റേഷൻ. കുറച്ച് ദിവസം ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ വീഡിയോ ഇല്ലാതെ ചെയ്തു തുടങ്ങണം. ആ വീഡിയോയ്ക്ക് ഇടയ്ക്കാണെങ്കിൽ പോസ്റ്റ് ചെയ്ത് വീഡിയോ കൂടുതൽ സമയം ചെയ്തുകൊണ്ടിരിക്കാം. ഒരു 10 മിനിറ്റ് 20 മിനിറ്റത്തെ വീഡിയോ ഒക്കെയാണ്, അത് കൂടുതൽ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ നിങ്ങളിത് പഠിച്ചു കഴിയുമ്പോൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഉപയോഗിക്കരുത്. കാരണം പ്യുവർ സൈലൻസ് ആണ് വേണ്ടത്. അവിടെ എൻ്റെ സൗണ്ട് പോലും പാടില്ല. ഇപ്പം ഞാൻ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു സൗണ്ട് വെച്ചോണ്ടല്ല ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒരു എൻ്റെ തന്നെ വീഡിയോ വെച്ചിട്ടുണ്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല ശരിക്കും. അത് പഠിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. അതുപോലെ എന്നെ പലരും വിളിച്ച് പറയുന്നുണ്ട് ഞാൻ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നു, പക്ഷേ അത് മെഡിറ്റേഷൻ ചെയ്യുന്നില്ല ഇതിൽ. അപ്പം വീഡിയോ ഗുണമില്ലെന്നല്ല പറഞ്ഞു, വീഡിയോ ഗുണമുണ്ട്. പക്ഷെ മെഡിറ്റേഷൻ ചെയ്യണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മെഡിറ്റേഷൻ ചെയ്യാതെ അല്ലെങ്കിൽ ടെക്നിക്സ്, ഞാൻ പറഞ്ഞ ടെക്നിക്സുകൾ അപ്ലൈ ചെയ്യാതെ വെറുതെ വീഡിയോ കണ്ടാൽ മാത്രം അതിൻ്റെ റിസൾട്ട് കംപ്ലീറ്റ് കിട്ടത്തില്ല. പിന്നെ ഞാൻ ബിസിനസ്സുകാർക്ക് വേണ്ടി പ്രത്യേക ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിനകത്ത് വിഷ്വലൈസേഷനാണ് മെയിനായിട്ട് വരുന്നത്. അത് ഈ ഒരു ട്രെയിനിങ് ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു ബേസിക് ട്രെയിനിങ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം. അതിന് ശേഷം വേണം ആ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചുള്ള ട്രെയിനിങ്. അത് വേറെ ഒരു വിങ് ആയിട്ടാണ് ചെയ്യുന്നത്.
ഓക്കെ, ബെസ്റ്റ് ഓഫ് ലക്ക്.